ഇന്ന് ആരും വന്നില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒന്ന് കടവിൽ. വേഗം അലക്കി കുളിച്ച് പോകാം. ആരുമില്ല വരുന്നു. ഈ പേടിയാവുകയും പക്ഷെ അതൊക്കെ വരുന്നു. ആരുമില്ല, ഞാൻ വേഗം അലക്കിപ്പോട്ടെ. ഒന്നാല് വർത്താനം പറഞ്ഞവിടെ നിൽക്കും, പണി വേഗം നടക്കത്തില്ല. അയ്യോ, അവിടെ സോപ്പും പൊടിയൊക്കെ പോയി. വേഗം കടയിൽ പോകണമെന്ന് വേഗം കടയിൽ ചെല്ലാൻ പറഞ്ഞതാ. എങ്ങനെ ആയാലും നേരം വൈകും. നേരില്ലാത്ത മിസ് നേരത്തെ വന്നോ? നേരത്തെ അല്ലെങ്കിൽ ഞാൻ വന്നിട്ടാണല്ലോ വരല്. നേരം പോയി, ഇന്ന് കലക്കാനൊന്നുമില്ല, കുളിച്ച് വേഗം കയറി പോവാം. അയ്യപ്പ സ്വാമി, നിങ്ങൾക്ക് നേരത്തെ വന്നു? ആ, ഞാൻ നേരത്തെ പോകണത്. നേരത്തെ പോകണം കടയിൽ. എന്താ നേരം വൈകിയേ? ഇന്നേക്കാളിന് മുമ്പിൽ വരുന്ന എനിക്ക് പൈപ്പിൽ വെള്ളമില്ലായിരുന്നു. അപ്പൊ വെള്ളം വന്നപ്പോൾ വെള്ളം പിടിച്ചു വെച്ചിട്ട് പിന്നെ ഇവിടെ വന്ന് നീന്തി കുളിക്കുന്ന അത്ര സുഖം വീട്ടിൽ നിന്ന് കുളിച്ചാൽ കിട്ടൂലാണ്. ഞാൻ ഒറ്റയ്ക്കായപ്പോ എനിക്ക് പേടിയായിട്ട് ഇവിടെ ഒന്നും ആരുമില്ല. ഞാൻ നമ്മളെ ഒന്നിച്ചല്ലേ വരല്ലേ, പേടിയായി. പൈപ്പിൽ വെള്ളം പിടിച്ചു വെച്ചിട്ട് വരാന്ന് വിചാരിച്ച്. എനിക്ക് പിന്നെ അലക്കാനൊന്നുമില്ല, കുറച്ച് തുണിയുള്ളൂ. കുളിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാ. വേഗം നോക്കി നമുക്ക് ഒന്നിച്ച് പോവാം അല്ലേ? ഇവിടെ ഇന്ത്യയിൽ സോപ്പ് കുറവാട്ടോ. കുറച്ച് എനിക്ക് തരണേ. കുറച്ച് എടുത്തോളൂ, ഞാൻ വാങ്ങിയിട്ട് വൈകുന്നേരം വാങ്ങിയിട്ട് തരാം കേട്ടോ. ആ, തുടങ്ങി വേഗം. കല്ല് ഇവിടെ തന്നെ പോരെ? അവിടെ തന്നെ മതി. തല തോർത്ത എനിക്ക് ഉണങ്ങിയ തോർത്ത് കൊണ്ട് തല തോർത്തിയാലേ ശരിയാവൂ. ഓ, ഉണങ്ങിയ തോർത്ത് തല തോർത്താ എന്തോരല്ലേ നോക്കും. മുട്ട ഇന്നുണ്ടല്ലോ. അല്ല, ഞാൻ ഇപ്പഴാ അങ്ങളെ നോക്കി. നിങ്ങളെവിടേക്ക് കുളിക്കാനാണ് അണിഞ്ഞൊരുങ്ങി പൊട്ടൊക്കെ തൊട്ട് ഒക്കെ വരച്ച് വന്നേക്കാണേ. മറ്റന്നാ ശിവരാത്രി അല്ലേ, അപ്പൊ എനിക്ക് ശിവരാത്രിക്ക് പോലും നടക്കൂല. അപ്പൊ ഞാൻ രാവിലെ കുടിയൊക്കെ കഴിഞ്ഞ് അലക്കാൻ നിന്നില്ല, വേഗം അമ്പലത്തിൽ പോയി തൊഴുത് പോകുന്നതാ. പിന്നെ വന്നിട്ട് തീരുമാനം നേരം കിട്ടൂല, അതുകൊണ്ടാ. ഞാൻ അമ്പലത്തിലൊന്നും പോയില്ല. ഇന്ന് മുതൽ നോമ്പെടുക്കണം. എൽമിക്കൽ ഉത്സവമാവാനായില്ലേ, അപ്പൊ നോമ്പെടുക്കണം, മുളക്കാലെടുക്കാൻ. ഇത് നമ്മുടെ സുമച്ചേച്ചിന്റെ കല്ല. ഇനിയിപ്പൊ അത് വന്ന അതിനോട് അടി ഉണ്ടാക്കേണ്ടി വരും. മുഖ്യവാറ് അതിപ്പോ വരും ചെയ്തു. എന്തോരു സ്വഭാവം. എന്തൊരു വർത്താനാ പറയാന്നറിയോ? അത് വന്ന കേക്കണ്ട, കേട്ടിട്ടാ പിന്നെ അത് മതിയാവും. ഇന്നാള് ഞാൻ വരുമ്പോ ഞാൻ എന്നിട്ട് അപ്പുറത്തേക്ക് പോയതാ, ആ കല്ലിലേക്ക് പോയതാ. ഇവിടെ എന്നാ ചേച്ചിന് ഇത് എന്റെ കല്ല, എന്റെ കല്ലാണെന്നുകൊണ്ട് എന്തൊരു വാശിനാ. അപ്പുറത്തെങ്ങാനും പോയതാ. കല്ല് ഒഴിഞ്ഞ കല്ലിലല്ലേ നമ്മളെ കലക്കുക. എത്രയോ കല്ലുണ്ടല്ലോ. അപ്പൊ ഒരാൾ അലക്കുകയാണെങ്കിൽ എന്റെ വാശി. എന്തെന്നാലും വഴക്ക് നിൽക്കണം, നമുക്ക് വേഗം അത് വരുമ്പോഴേക്ക് പോകാം. ദൈവമായി ഇന്ന് നേരെ പോയല്ലോ. താളിയും തേച്ച് നിന്ന് തലയാണ് കടിക്കുന്നത്. ഷാമ്പു ഇട്ടിട്ട്. ഓ, ഇവളമാരെ എൻ്റെ കല്ലിൽ അലക്കാൻ തുടങ്ങിയില്ലേ, ശരിയാക്കി തരാടി. ആഹാ, ഞാൻ ഷാമ്പു ഇട്ട് നിന്നാണ് നേരം വൈകിയത്. ചെല്ലി അലക്കലാണ്. പറഞ്ഞ് വായെടുക്കണം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ല അത് എൻ്റെ കല്ലാന്നുള്ളത്. എൻ്റെ ചേച്ചി, നിങ്ങളുടെ കല്ലാണേലും ഞങ്ങളുടെ കല്ലാണേലും അവിടെയൊക്കെ കല്ലില്ല. വലിയ വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയായിട്ടല്ല ഞാൻ ഈ സൈഡിൽ നിന്ന് കുളിക്കുന്നത്. അതെന്താ പറഞ്ഞ മനസ്സിലായത്? വെള്ളമില്ല. വേനലായപ്പോ എവിടുന്നാ വെള്ളം വരുന്നത്? അവിടെ ഒന്നും വെള്ളമില്ല. ഞങ്ങൾ കഴിഞ്ഞു. ആ ചേച്ചിനെ കൂടെ നീ കേടാക്കും. ആ ചേച്ചി മര്യാദക്ക് അവിടെ ഇളക്കുന്ന ആളാത്. ഞങ്ങൾക്ക് നേരത്തെ വന്നിട്ടില്ലായിരുന്നോ? ഞാൻ നേരത്തെ വന്നപ്പോ എനിക്കും പേടി അവിടെ ഇറങ്ങാൻ. പക്ഷെ ഒഴിഞ്ഞു കണ്ടപ്പോ ഞാൻ ഇറങ്ങിയതാ. അതെന്തായാലും പറ്റില്ലോട്ടെ. എനിക്ക് കുറെ അലക്കാനുണ്ട്. എനിക്ക് കടയിലൊക്കെ പോകാനുള്ളതാണ്. മാറി തരണം കേട്ടോ. അങ്ങോട്ട് വന്ന് അലക്കിക്കോ. ഞാൻ എങ്ങോട്ട് അലക്കണ ഒന്ന് പറ്റിയത് കൂടെ കടയിൽ പോകാനുള്ള ഞങ്ങൾ അവിടെ നേരത്തെ വന്നു. അതെ, എനിക്ക് പേടിയാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം നേരത്തെ വരണ്ടേ? എന്നാലും അപ്പൊ നിങ്ങൾക്ക് അറിയില്ല, കുറച്ച് കഴിഞ്ഞാൽ കടവിൽ തോന്നെ ആൾക്കാർ വരാണ്ട്. നേരത്തെ വരണം. ഞാൻ മുടി ആകെതായിട്ട് ഇച്ചിരി ഷാമ്പു ഒക്കെ ഇട്ടിട്ട്
നന്നാക്കാൻ വേണ്ടി നിന്നതാ ഇച്ചിരി നേരം വൈകിയത്. ഈ ചെളിയ വെള്ളം നിങ്ങൾ അങ്ങോട്ട് നിൽക്കും, ഞാൻ കുളിക്കട്ടെ. അത് പറഞ്ഞാൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ. ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ അറിയത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല. അറിയത്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് അലക്കിക്കോ. പിന്നെ വീട്ടിൽ നടക്കാൻ നിന്റെ ഇതെന്താ സ്വത്താണ് ഈ പുഴ? മാറുന്നില്ല, അങ്ങോട്ട് പോവാ അവിടുന്ന്. ഞങ്ങൾക്ക് എന്താ നിക്കണ്ട, ഞാൻ ഉന്തിട്ടുണ്ട്, നീ പോകുന്ന വഴി ഉണ്ടാകിയല്ല. മാറിക്കേ. ഞങ്ങള് മാറത്തില്ല, ഞങ്ങൾ അലക്കി കഴിയാം. ചേച്ചി നിങ്ങൾ സോപ്പിട്, അപ്പോഴേക്കും ഞങ്ങളത് കഴിയും. എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ ഒരു ഇത്തിരി സ്ഥലമല്ല ഉള്ളത്. സോപ്പിടുന്ന് പറഞ്ഞ് നിൽക്കുന്നത് ആൾക്കാർ വഴക്കാണല്ലോ. ഞങ്ങളോട് വഴക്ക് മര്യാദയ്ക്ക് നിങ്ങളുടെ കല്ലെല്ലാം അലിക്കാൻ ഒരു കുഴപ്പമില്ലല്ലോ. മാറി നിൽക്കങ്ങോട്ടെ. ഈ കല്ലെന്താ നിങ്ങൾ കൊണ്ടിട്ടാണതേ? അല്ല, എന്നോട് വെച്ച് നിന്റെയാണോ പോഴ? നിങ്ങൾ വരുമ്പോ എടുത്തോണ്ട് ചുമന്നോണ്ട് വെച്ച കല്ലാണോ ഇത്? മാറി നിന്നെ അങ്ങോട്ട് നടക്കട്ടെ. ഇതിവിടെ ഉള്ള കല്ലല്ലേ, ഇത് ആർക്കും അലക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അവിടെ നീ മാറുന്നുണ്ടോ? ഇച്ചിരി അങ്ങോട്ട് മാറ്. ഞാൻ മാറില്ല, നിങ്ങൾ അങ്ങോട്ട് പോ. എനിക്ക് വയ്യ. എന്നെ ഉന്തി വെള്ളത്തിടായിരുന്നു. ആ ഇല്ല, നീ വിട്ടേ അവിടുന്ന്. അങ്ങനെ പോ, മര്യാദക്ക് പോ. അങ്ങനെ ഞാൻ അലക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ അലക്കിയാൽ മതി. ഇങ്ങോട്ട് പോയാ അവിടെ. എന്നോട് നീ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം നിനക്ക് വെറുതെ ആവിയല്ല. ഞാൻ ഇപ്പൊ ചേട്ടനെ വിളിച്ചു എത്തും. ചേട്ടൻ വിളിച്ച് വരുത്തിക്കോ. ചേട്ടൻ വന്നാലും ചേട്ടൻ കൊണ്ടിട്ട കല്ലല്ലോ ഇത്. ചേട്ടൻ കൊണ്ടിട്ടല്ല, ഞങ്ങൾക്കും ചേട്ടനൊക്കെ ഉണ്ട്. ഒരു സാമാന്യ മര്യാദ വേണം. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തവരെ നിങ്ങൾ സൈഡ് നിങ്ങൾ തരണ്ടിയതുണ്ട്. അങ്ങനെ ഒന്നും തരാൻ ഈ കല്ലിന് വേണമെന്നുണ്ടെ കുറച്ചു നേരം നിൽക്കും. ഞാൻ അലക്കട്ടെ. അതാ പറഞ്ഞ, ഞാൻ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറി തരും. ഇപ്പൊ അലക്കി കഴിഞ്ഞു അവിടെ നിങ്ങളുടെ തോർത്ത് അവിടെ തോർത്തന്നെ എനിക്കോട് വേറെ ഇറക്കാനുണ്ടല്ലോ. ഇങ്ങോട്ട് മാറ്. ചേച്ചി അവിടെ പോയി അലക്കി അവിടെ. ഞാൻ പോയില്ല, ഞാൻ അവിടെ തന്നെ. അതിനോടൊന്നും നേരം ഇട്ട് രാവിലെ എനിക്ക് അലക്കാൻ മതി. ഇങ്ങനെയുള്ള കുറെ എണ്ണം വരാനുണ്ട്. പോവാം, നമുക്ക് ഇരുന്ന് അങ്ങനെയുള്ളവരാണെങ്കിൽ രാവിലെ വരണം. ഇതിങ്ങോട്ട് മറ്റുള്ളവർ വന്നു കളിക്കും. അല്ല, ഞാൻ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോണത്? ഞാനല്ലേ ഇവിടെ ആദ്യം അലക്കിയാ. പോയിക്കോ അവിടെ. ഞാൻ പോവില്ല. നിങ്ങൾ പോയിക്കോ. നിങ്ങൾ അവിടെ പോയി അലക്കിയാ മതി. ഞാൻ ഇവിടെ നീ വേഗം എന്റെ ഒപ്പം വരുന്നുണ്ടോ? വരുന്നുണ്ട്. അങ്ങനെ പറ്റൂല. അതിനോട് വഴക്കി നിന്നാൽ നമുക്ക് നടക്കൂല. നമ്മളല്ലേ ഇവിടെ ആദ്യം അലക്കിയത്. അപ്പൊ അങ്ങനെ ഇവിടെ നീ തന്നെ അവിടെ അലക്കാൻ സമ്മതിക്കല്ലേ? എന്റെ ചേച്ചി നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കല്ലേ. ഇത് കഴിഞ്ഞ ഞങ്ങളിത് കഴിഞ്ഞില്ലേ? വഴക്കാണോ? എന്റെ അലക്കുന്ന നിങ്ങൾക്ക് സൈഡിൽ നിന്ന് അലക്കാൻ പറ്റില്ല. ഞാൻ അലക്കുന്ന സ്ഥലത്ത് തന്നെ ഇവക്ക് അലക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ ഇത്? ഞാനാണ് ഇവിടെ അലക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് ഞാനിത് അലക്കാതെ നിന്റെ കഴിഞ്ഞില്ലല്ലേ? കഴിഞ്ഞു പോവല്ലേ? നമുക്ക് ഇനി കുളിക്കുന്ന അപ്പുറത്തെ ഞാൻ ഇറങ്ങി കുളിക്കാം. ഞങ്ങള് കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ എന്നെ തള്ളിയിടല്ലേ? നിങ്ങളെ പിടിച്ചു നിങ്ങൾ എന്നെ ഈ കാണിക്കുന്നേ അവിടെ നിനക്ക് ഞാനിത് തരാട്ടോടി. ഞാൻ പോട്ടെ. അങ്ങനെ തള്ളിയിടാൻ പാടില്ല. ഒരാളെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നേരത്തെ വരണം. അല്ലെങ്കിൽ ഇവിടെ വേറെ കല്ലുകളുണ്ട്. നിങ്ങൾ ഓടിപ്പോയില്ലേ? നിങ്ങൾ ഓടിപ്പോയി. രണ്ടുപേർക്ക് ഞാൻ വെച്ച് തരാം കേട്ടോ. എന്നെ ഉന്തി ഇടാൻ മാത്രം ആരാ നിങ്ങൾ? പുഴയിൽ വന്നിട്ട് ചന്തി ഓടി വേദനയായത്. എന്നെ വെറുതെ തല്ലരുത്. നിങ്ങൾ തല്ലുവിടില്ലേ? അത് വേഗം വന്നേ. അതാണ് ഒറ്റയ്ക്കാകുമ്പോ ഔഷധി കൊടുത്തോളൂ. ഞാൻ അവിടെ അലക്കുമ്പോ ചേച്ചിക്ക് തന്നെ തള്ളിയിടേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ കല്ലുണ്ട്, അവിടെ കല്ലുണ്ട്. മാറി കൊടുക്കുവായിരുന്നു ഞാൻ. ചേച്ചി ചന്തി അവിടെ ഇടിച്ചു. ഞാൻ എന്തായാലും ഇത് വീട്ടിൽ ചെന്നിട്ട് ചേട്ടനോട് എന്തായാലും ഞാൻ ഇത് പറഞ്ഞു കൊടുക്കാം. കെട്ടിയാനോട് ഞാൻ നോക്കിക്കോ. ഈ എന്നെ ഉന്തി ഇടാൻ മാത്രമായാ ശരിയാക്കി തരാം കേട്ടോ. സോപ്പ് ഞാൻ എടുത്തില്ല കേട്ടോടി. നിങ്ങൾ മോളിക്കായിട്ട് നിൽക്കൊന്നും വേണ്ട. പങ്ക് നിങ്ങൾക്കുണ്ട്. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ വന്നില്ലേ. നിങ്ങൾ വരുമ്പോ തന്നെ എനിക്ക് പേടിയാ. വർത്താനം പറഞ്ഞാ ആവൂല. എനിക്ക് വീട് പോയിട്ട് ഇടാനൊന്നും ആയിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ മിണ്ടാണ്ട് ഒഴിഞ്ഞു പോവാ. ഇങ്ങനെ എന്നും ഇതിങ്ങനെ ലത ഞാൻ പോട്ടെ എന്നാലേ. ആയിക്കോട്ടെ. അല്ല, ചേച്ചിയുടെ തുണി എടുത്തില്ലല്ലോ. ഞാൻ കുറച്ച് എന്റെ തുണി കുറച്ച് എടുത്തിട്ട്. നീ എന്തായാലും ബക്കറ്റ് കൊണ്ടുവന്നില്ല. ബക്കറ്റിലിട്ട് കൊണ്ടുവരുമോ? ഞാൻ എനിക്ക് അവിടെ ചെന്നിട്ട് ഒരു ഇത് വാങ്ങാനുണ്ട്. അതുകൊണ്ടാ ഞാൻ അവിടെ നിൽക്കാം റൂട്ടിൽ കേട്ടോ. ഓക്കെ. പിന്നെ ഒന്നും മിണ്ടണ്ടാന്നില്ല. വെറുതെ വന്ന് കാണിക്കുന്നു. ആയിക്കോട്ടെ. ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉന്തി ഇടല്. ഞങ്ങള് പുഴ വരുന്ന സമയത്ത് നിങ്ങൾ വരണ്ടല്ലോ. പിന്നെ പുഴ എല്ലാവർക്കും ഉള്ളത്. പഞ്ചായത്തിന്റെ പുഴ എല്ലാവർക്കും ഉള്ളതാ. എനിക്ക് മാത്രം ഇത് കുളിക്കാനുള്ളതല്ല. ഉന്തിയിട്ട് ഇവിടെ എത്ര വേദനയാ എനിക്കറിയാവോ? അപ്പൊ നിങ്ങൾ ഫസ്റ്റ് എന്നെ ഉന്തിട്ടപ്പോ എനിക്ക് ഈ വേദനയൊന്നും ഇല്ല. ഞാൻ നിന്നെ ഉന്തിയിട്ട് നീ വീണില്ലല്ലോ. പിന്നെ വീണില്ല. നിങ്ങൾ കണ്ണ് കാണൂലായിരുന്നു. ഞാൻ അവിടെ ഉരുണ്ടിട്ട് വീണത്. ഉരുണ്ട് വീണൊന്നുമില്ല. അതിന്റെ വേദന എന്താണെന്ന് അറിയാനാണ് ഞാൻ നിങ്ങളെ ഉന്തിയിട്ടതല്ലേ? ശരിയാക്കി തരാം. ആയിക്കോട്ടെ. എന്നാലേ നമുക്കേ ഇതിനി എവിടെയാണ് എത്തേണ്ടത് അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം. എവിടെ വേണേലും വേണം കേട്ടോ.
ഒരാൾക്ക് മാത്രം എല്ലാം ബാധകം, വേറെ ഒരാൾക്ക് ഒന്നും ബാധകമല്ല. ഞാൻ എനിക്കിവിടെ ഇറങ്ങാൻ പേടിയുള്ളതുകൊണ്ട് മാത്രം സൈഡിൽ നിൽക്കാൻ പറഞ്ഞതാ. അതിന് ഇത് മാത്രം ഉന്തിയിടാനോ വഴക്കൂടാനൊന്നും ഇല്ലായിരുന്നു. അവിടെ നിൽക്കുന്ന ശരിയതൊക്കെ ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ മേക്കട്ട് പറഞ്ഞാൽ മതി. തുടക്കം ഇട്ടത് നിങ്ങളല്ലേ, എല്ലാം ചെയ്തത് നിങ്ങളല്ലേ, എന്നിട്ട് പിന്നെ ഞങ്ങളെയാ കുറ്റാൻ പറയുന്നത്. തുടക്കട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കല്ലിൽ അളക്കാൻ പറ്റും. അത് നല്ല രീതിയിൽ വന്ന് പറയാം, മോളെ ഞങ്ങൾക്ക് എനിക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാ, മോൾ അങ്ങോട്ട് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറിത്തരും. ഇത് വന്നത് എൻ്റെ കല്ല് നിങ്ങളെടുത്ത് അങ്ങനെ നിങ്ങളുടെ തലയും ചുമന്നുകൊണ്ട് വന്നൊന്നല്ലല്ലോ കല്ല് വരുമ്പോൾ. ഞാൻ ഒന്നും പറയാനില്ല. ബാക്കി നമുക്ക് എന്താണോ ചെയ്യേണ്ടതുള്ളത് അത് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണം, ഞാൻ എന്തായാലും നീന്തി എന്റെ അടുത്ത് ഒറ്റയ്ക്കൊന്നും നിൽക്കണ്ട, ഞാൻ പോവാ. ഞങ്ങൾ പോയിക്കോ. ഞാൻ സമാധാനത്തിന് എനിക്കൊന്ന് നീന്തി കുളിക്കാൻ ഇനി അതിനും പറഞ്ഞു. നീ നീന്തുവോ കുളിക്കോ, നീ എന്ത് വേണേലും ചെയ്തോ. ഞാൻ പോവാ. ഒരു നീന്തൽ, ഇത്ര നീന്തൽ അറിയാവുന്നവളോടാ ഞാൻ ആ വെള്ളത്തിൽ ഇറങ്ങാൻ പറഞ്ഞത്. ഇറങ്ങാൻ പറ്റാത്ത എന്നെ ഇറങ്ങാൻ പറ്റിയല്ല എന്ന് പറഞ്ഞതിന് എന്നെ അവിടെ ഉന്തി ചാടിച്ചിട്ടിട്ട് അവള് നീന്തിന്ന് കിടന്നിട്ട്. നീ കിടന്നു നീന്തടി. നിങ്ങൾക്ക് എന്താ കുഴപ്പം? നീന്തിക്കോ. ഇനി നമുക്കേ ഇതിന് തീരുമാനം, നീന്താനും കുളിക്കാനും വേണ്ടി തന്നെയാ പോയത്. ഇനി ഇത് തീരുമാനം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ കേട്ടാ. നീ തന്നെ കിടന്ന് കുളിക്കോ ജപിക്കോ എന്ത് വേണേലും ചെയ്തോ. ഞങ്ങൾ എന്തായാലും ചെയ്തോട്ടെ, ഞാൻ കയറിപ്പോട്ടെ. ഇതെന്തായാലും എൻ്റെ ചന്തിക്ക് എന്തൊരു വേദന ഉണ്ടെന്നറിയാം. ഉമ്പി വിട്ടിട്ടേ ഞാൻ ചെന്ന് എന്തായാലും ചേട്ടൻ്റെ അടുത്ത് പറയാതെ ഞാൻ എന്തായാലും നിൽക്കൂല, അതുറപ്പാ. വിളിക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം. ഒരാളെ കിട്ടിയില്ല. ആ ചേച്ചീനോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് രാവിലെ തന്നെ ഒരാളോട് വഴക്കുണ്ടാക്കാൻ നിൽക്കേണ്ടി വന്നു. എന്തൊരു കഷ്ടമാണോ അത്. പറിച്ചു കൊണ്ടുവന്നത് എവിടെ ഇട്ട് അതും മറന്നുപോയി. ഈ തലയിൽ പാടത്താളി തേക്കുന്ന നല്ലതാ, തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. പിന്നെ തലയിൽ താരനൊക്കെ ഉണ്ട്, അതൊക്കെ പോയി കിട്ടും. ഓരോന്നുങ്ങൾ ഇറങ്ങിക്കോളൂ, എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ. മനുഷ്യന് ഒരു സമാധാനം തരില്ല. ഒരു ഇതും ഇല്ലേലും എന്തെങ്കിലും കുറ്റവും കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഓരോന്ന് രാവിലെ തന്നെ വന്നോളൂ. രാവിലെ തന്നെ ബാക്കിയുള്ളവനെ ഉന്തിയിട്ട് എന്നിട്ടോ എന്നെ വലിയ കുറ്റം പറഞ്ഞ് എന്നെ പറയാത്തയും പ്രാകാത്തയും ഒന്നുമില്ല. ഒക്കെ കഴിഞ്ഞ് കയറിപ്പോയപ്പോഴാ ഉരുണ്ട് പറഞ്ഞ് 10 പറഞ്ഞത് സ്വന്തം വീണ്. അപ്പം ഞാൻ ഉരുട്ടിയിട്ടതല്ലല്ലോ, അതിപ്പോൾ ഞാൻ ഉരുട്ടിയിട്ടതാണോ? അങ്ങനെയാണ് ആവശ്യമില്ലാതെ ഓരോരുത്തരെ ഓരോന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്നുങ്ങൾക്ക് കിട്ടും. ഇത് വരുന്നത് അതിനൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ ഇതുപോലെ ഓരോന്നുങ്ങൾ? മതിയായി. എന്താ രാവിലത്തെ എല്ലാ മൂടും പോയി. ഒന്നാമത് രാവിലെ ഒരു ഇതും ഇല്ലാണ്ടാവാൻ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെയും കൂടി ആയിട്ടുള്ള സമാധാനം പോയി കിട്ടി. ഇനി കയറട്ടെ, പോവാൻ നേരം പോയി.